KSRTE എംപ്ലോയീസ് അസോസിയേഷൻ CITU 45-ാം സംസ്ഥാന സമ്മേളനം നാളെ കോഴിക്കോട് ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം 23-ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. KSRTC യൂണിറ്റുകളിൽ നിന്നുള്ള 500 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. KSRTE എംപ്ലോയീസ് അസോസിയേഷൻ CITU 45-ാം സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കാൻ കോഴിക്കോട് ഒരുങ്ങി. ജൂബിലി ഹാളിൽ ആനത്തലവട്ടം ആനന്ദൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം. അഴീക്കോടൻ അനുസ്മരണത്തോടെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. ചൊവ്വാഴ്ച രാവിലെ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശമ്പളവും പെൻഷനും മുടങ്ങും വിധം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി LDF സർക്കാർ സഹായത്തിൽ പരിഹരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് സംസ്ഥാന സമ്മേളനം ചേരുന്നതെന്ന് വർക്കിംഗ് പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ പറഞ്ഞു. ഓരോ മാസവും ശമ്പളം കൊടുക്കാൻ ഗവൺമെൻറ് 50 കോടി രൂപ അനുവദിക്കുകയാണ്. 2016 ശേഷം സാമ്പത്തിക പുനഃസംഘടന നടത്തി ചെലവ് ചുരുക്കി, പലിശ ചെലവ് കുറച്ച്, അതോടൊപ്പം തന്നെ പെൻഷൻ ആത്മഹത്യ ഇല്ലാതാക്കിയത് ഒരു മാസം പെൻഷൻ വേണ്ടുന്ന 73 കോടി രൂപ ഗവൺമെൻറ് സഹായത്തോടു കൂടിയാണ്. ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിന് പുറമെ വ്യവസായ റിപ്പോർട്ട് പ്രത്യേകമായി സമ്മേളനം ചർച്ച ചെയ്യും. തിങ്കളാഴ്ച വൈകിട്ട് ടൗൺ ഹാളിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയും കേന്ദ്ര നയവും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. KSRTE സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ MLA മോഡറേറ്ററാവും. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളെ തകർക്കുന്ന കേന്ദ്ര നടപടികൾക്കെതിരെ ദേശീയവ്യാപകമായ പ്രക്ഷോഭം ഉയർന്നുവരുന്ന സന്ദർഭത്തിലാണ് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ചേരുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.